നമസ്കാരം. വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ബലാത്കാര മാർഗത്തിലൂടെ ലോകം കീഴടക്കാനുള്ള പ്രത്യയ ശാസ്ത്രങ്ങളുടെ ചുവട് പിടിച്ചാണ് ലോകത്തിലെ ഒട്ടുമിക്ക തീവ്രവാദ സംഘടനകളും രൂപപ്പെട്ടത്. കൂടുതൽ ആളുകളെ കൊല്ലുകയും ആ ഉദ്യമത്തിനിടയിൽ കൊല്ലപ്പെട്ടാൽ അത് വേഗത്തിലുള്ള സ്വർഗപ്രാപ്തിക്ക് കാരണമാവുകയും ചെയ്യുമെന്ന് ധരിച്ചുവശായവർ കാലാകാലങ്ങളിൽ തീവ്രവാദികളെ ഉൽപ്പാദിപ്പിക്കുകയും ഭീകര സംഘടനകൾ രൂപീകരിക്കുകയും ചോരക്കളികൾക്ക് കളമൊരുക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇസ്ലാമിക ഭീകര സംഘടനയാണ് പാലസ്തീനിലെ ഗാസ പ്രവിശ്യ കേന്ദ്രമായി ചോരക്കൊതിയോടെ പ്രവർത്തിക്കുന്ന ഹമാസ് എന്ന ഹറകത്തുൽ മുഖാവമത്തുൽ ഇസ്ലാമിയ. ഇവരുടെ മുഖ്യ അജണ്ട തീവ്രവാദ പ്രവർത്തനങ്ങളും നരഹത്യകളുമാണെങ്കിലും പാലസ്തീന്റെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സൈനിക രാഷ്ട്രീയ സഖ്യമെന്നും പോരാളികളാണെന്നുമൊക്കെയാണ് ഇവരെ കുറിച്ച് തൽപരകക്ഷി മാധ്യമങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായ വൈദേശിക ആക്രമണത്തെ തുടർന്ന് തകർന്ന തരിപ്പണമായി ലോകമെങ്ങും ചിതറിപ്പോയ യഹൂദ ജനത അതിജീവനം പ്രാപിക്കുമെന്നോ തിരികെ ഇസ്രയേലിൽ എത്തുമെന്നോ അഖണ്ഡമായ ഒരു രാഷ്ട്രം സ്ഥാപിക്കുമെന്നോ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ചുറ്റുവട്ടത്തെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അടുക്കാനാകാത്ത അസഹിഷ്ണുത നിമിത്തം അവർക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടേയിരുന്നു. പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനെതിരായി ഇറാൻ നയിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ആക്രമണങ്ങൾ ആരംഭിക്കുന്നത്. എല്ലാത്തരം അധിനിവേശങ്ങളെയും ഫലപ്രദമായി തന്നെ നേരിട്ട് നിഷ്പ്രഭമാക്കിയ ഇസ്രായേലിനെതിരെ ഈജിപ്തിലെ ഇസ്ലാമിക് ബ്രദർഹുഡിനെ കൂട്ടുപിടിച്ചുകൊണ്ട് പാലസ്തീനിലെ വിമത ഭീകരവാദ സംഘടനയായ ഉജാമ അൽ ഇസ്ലാമിയകളുടെ നേതാവായ അഹമ്മദ് യാസിൻ ഒന്നാം ഇന്തിഫാദയുടെ കാലത്താണ് ആ സംഘടനയെ രൂപപ്പെടുത്തി ഹമാസിനെ പടച്ചിറക്കി വിടുന്നത്. ഇസ്രയേലിന്റെ കാരുണ്യം കൊണ്ട് അതിജീവനം കഴിക്കുന്ന പാലസ്തീനിലെ സാധാരണക്കാരുടെ മനസ്സിലേക്ക് മതവൈരബോധത്തിന്റെ വിഷം കുത്തിവെച്ച് ഇത് വിശുദ്ധ യുദ്ധമാണെന്നും പാലസ്തീന്റെ മോചനത്തിന് വേണ്ടിയാണ് തങ്ങൾ പോരാടുന്നതെന്നും അവരെ പറഞ്ഞു പഠിപ്പിച്ച് അവരുടെ തലമുറകളെ ഭീകരവാദികളാക്കി മാറ്റി അവരുടെ കയ്യിലേക്ക് തോക്കും ബോംബും അടക്കമുള്ള മാരകായുധങ്ങൾ വെച്ചുകൊടുത്ത് തങ്ങൾക്ക് തൊഴിലും വെള്ളവും വൈദ്യുതിയും ഭക്ഷണവും മരുന്നുമൊക്കെ തരുന്ന ഇസ്രയേലിനെ കൃത്യമായ ഇടവേളകളിൽ ആക്രമിച്ച് ആരെയും ഉപദ്രവിക്കാൻ പോകാതെ സ്വന്തം കാര്യം നോക്കി സ്വസ്ഥമായി ജീവിക്കുന്ന അവരുടെ സമാധാനം തകർക്കുക എന്നത് മാത്രമായിരുന്നു കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായി ഹമാസ് എന്ന തീവ്രവാദി സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ അത്തരം ചോരക്കുരുതികളുടെ ഏറ്റവും ഭീകരമായ വേർഷൻ ആയിരുന്നു 2023 ഒക്ടോബർ 7-ാം തീയതി അവർ ഇസ്രയേലിൽ കയറി നടത്തിയത്. കേവലം ഒരു സംഘടനം അല്ലെങ്കിൽ പോരാട്ടം എന്നൊന്നും പറയാൻ പറ്റാത്ത വിധത്തിൽ ആക്രമണ മര്യാദകളും യുദ്ധ മാനദണ്ഡങ്ങളുമെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള അതിഭീകരമായ മനുഷ്യ വേട്ടകളായിരുന്നു അത്. അവർ കൂടുതലും ഉപദ്രവിച്ചത് സ്ത്രീകളെയും ഗർഭിണികളെയും കൊച്ചു കുട്ടികളെയും വയോവൃദ്ധരെയുമായിരുന്നു. എന്നിട്ടും കേരളത്തിലേതടക്കമുള്ള ഹമാസ് പ്രേമികൾ അവർക്ക് കൊടുത്ത അലങ്കാരങ്ങൾ പോരാളികൾ എന്നുള്ളതായിരുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മനുഷ്യ ജന്മങ്ങൾക്ക് അപമാനമായ ഈ തീവ്രവാദികൾ ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് വെടിനിർത്തലിനെ തുടർന്ന് നടക്കുന്ന ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങളും ഒപ്പം ബന്ദികളോട് ഇവർ കാട്ടിയ സമാനതകളില്ലാത്ത ക്രൂരതകളുടെയും പേരിലാണ്. സുരക്ഷയിൽ ഇരുന്നു കൊണ്ട് ഗാസയിലെ തീവ്രവാദികളെ നിയന്ത്രിച്ച് ചോരക്കളികൾക്ക് രംഗത്തിറക്കിയ ഹമാസിന്റെ പ്രമുഖ നേതാക്കന്മാരെയെല്ലാം ഒന്നിനു പുറകെ ഒന്നായി ഇല്ലാതായി. ഹമാസിന്റെ ലേബലിൽ തോക്കെടുത്ത് പൊട്ടിക്കാനിറങ്ങിയ 20,000-ഓളം തീവ്രവാദികളും അവരുടെ വഴിയെ പോയി. ഒപ്പം ആയിരക്കണക്കിന് നിരപരാധികളെ മനുഷ്യ കവചമായി ഉപയോഗിച്ച് അവർക്കും പെടുമരണം വാങ്ങിക്കൊടുത്തു. ഒരു സംഘടന എന്ന നിലയിൽ അവർ തകർന്ന് തരിപ്പണമായി.
ഹമാസ് എന്ന് കേട്ടാൽ പാലസ്തീനിലെ ജനങ്ങളെല്ലാം അവജ്ഞയോടെ നോക്കുന്ന സ്ഥിതിയിലായി കാര്യങ്ങൾ. എന്നിട്ടും അത് മറച്ചു പിടിച്ചുകൊണ്ട് 3 ബന്ദികളെ മോചിപ്പിക്കുമ്പോൾ അവർ കാട്ടിക്കൂട്ടുന്ന സൈക്കോ ആക്ഷനുകളും ഡ്രാമകളും പരിധി കടക്കുന്നത് തന്നെയാണ്. മുടിഞ്ഞ് തകർന്നടിഞ്ഞിട്ടും അതിനിടയിൽ നിൽക്കുന്ന അവരുടെ ചേഷ്ടകൾ ധ്വനിപ്പിക്കുന്നത് ഈ യുദ്ധത്തിൽ ജയിച്ചത് തങ്ങളാണെന്നും ബന്ദി മോചനത്തിലൂടെ അവർ ഇസ്രയേലിന് വലിയ ഔദാര്യം ചെയ്യുകയാണെന്നുമാണ്. അത് ലോകമെങ്ങുമുള്ള ഹമാസ് പ്രേമികളായ മാധ്യമങ്ങൾ ശക്തമായി തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ്. നിരപരാധികളായ ജനങ്ങളെ കൊല്ലാൻ കാരണക്കാരായ ഹമാസിനോട് പാലസ്തീനിൽ ഇപ്പോൾ നുരയുന്നത് കടുത്ത അമർഷവും വെറുപ്പുമാണ്. എന്നാൽ അത് മറച്ചു പിടിച്ചുകൊണ്ട് അവർക്ക് ഇപ്പോഴും ശക്തമായ ജനപിന്തുണയുണ്ടെന്നും മോചിക്കപ്പെടുന്ന ഇസ്രയേലുകൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമ്പോൾ അത് തടവറയിൽ ഹമാസ് അവർക്ക് കൊടുത്ത മാന്യമായ ട്രീറ്റ്മെന്റുകൾക്കുള്ള നന്ദി അർപ്പണമാണെന്നും തെറ്റിദ്ധരിപ്പിക്കുവാൻ ഇവർ നടത്തുന്നത് ഭഗീരഥ പ്രയത്നങ്ങളാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ബന്ദികൾ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പറയാതിരിക്കുന്നത് അവരുടെ സുരക്ഷയെ കരുതി തന്നെയായിരിക്കണം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അങ്ങേയറ്റം മാരകമായ ലൈംഗിക ആക്രമണങ്ങളും അതിമാരകമായ പീഡനങ്ങളും കൊടിയ മർദ്ദനങ്ങളുമായിരുന്നു അവർ നേരിട്ടത്. അല്പസമയം കഴിഞ്ഞാലും അതെല്ലാം പുറത്തു വരിക തന്നെ ചെയ്യും. അതിനെല്ലാം എണ്ണി എണ്ണി ഇസ്രായേൽ കണക്കു ചോദിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്. യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോഴും ഇപ്പോഴും ശക്തമായ ആവേശത്തോടെയാണ് ലോകമെങ്ങുമുള്ള ഇടത് സ്വതന്ത്ര ഇസ്ലാമികവാദികൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നത്. സ്വതന്ത്രവാദികൾ ആദർശത്തിന്റെ പേരിൽ മാനസികമായ ഉന്മാദത്തോടെ ഹമാസിനെ പിന്തുണയ്ക്കുമ്പോൾ ഇസ്ലാമിക വോട്ട് ബാങ്ക് സംരക്ഷണം മാത്രം മുൻനിർത്തിയാണ് ആഗോള ഇടതന്മാർ ഹമാസിനെ പിന്തുണയ്ക്കുന്നത്. കേരളത്തിലാകട്ടെ തീവ്ര വലതുപക്ഷമെന്ന് പറയുകയും ഇടതുപക്ഷത്തോടൊപ്പം തരം താണ വോട്ട് ബാങ്ക് പ്രീണനവുമായി ഇസ്ലാമിക തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. ഹമാസിനോടുള്ള അഭിനിവേശം മൂത്ത് അവരിലെ ഒരു MP നെതന്യാഹുവിനെ വെടിവെച്ച് കൊല്ലണമെന്ന് പോലും പറഞ്ഞിരുന്നു. ഹമാസ് അടക്കമുള്ള ആഗോള തീവ്രവാദികളുടെ അച്ചാരം പറ്റി മാധ്യമ പ്രവർത്തനം ചെയ്യുന്നവരാകട്ടെ വർഗീയതയും തീവ്രവാദവും വിഭാഗീയതയും മാത്രം ലക്ഷ്യമാക്കിയും മനുഷ്യരെ കൊല്ലുമ്പോൾ അവർക്കുണ്ടാകുന്ന ക്രൂരമായ സംതൃപ്തി മുൻനിർത്തിയും ഹമാസിനെ വെള്ളപൂശിയും വാഴ്ത്തുപാട്ട് പാടിയും തങ്ങളുടെ ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കി മുൻപോട്ട് പോവുകയാണ്. ഇസ്രായേൽ ഹമാസ് ആക്രമണത്തിൽ ഇന്ത്യ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഔദ്യോഗികമായി കൈക്കൊണ്ടതെങ്കിലും കേരളത്തിൽ ഹമാസിന്റെ ക്രൂരതകളെ ഇത്തരത്തിൽ വാഴ്ത്തിപ്പാടുന്നവർ പെരുകയാണ് ഉണ്ടായത്. അതിനിടയിൽ അവർ ഒരു മുഴുത്ത ഹമാസ് തീവ്രവാദിയെ മലപ്പുറത്ത് കൊണ്ടുവന്ന് ഓൺലൈനിൽ പ്രസംഗിപ്പിക്കുക കൂടെ ചെയ്തു എന്നതാണ് സത്യം. ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമെല്ലാം ഇത്തരം ഹമാസ് അനുകൂല പ്രഹസനങ്ങൾ കൊണ്ടുപിടിച്ച് നടന്നെങ്കിലും അമേരിക്കയിൽ നടന്ന ഇത്തരം പ്രകടനങ്ങൾക്കെല്ലാം ഇപ്പോൾ കൃത്യമായ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. ഹമാസിന് വാഴ്ത്തുപാട്ട് പാടിയവരെയും ഇസ്രയേലിനെ ഉപദ്രവിക്കുകയും ചെയ്തവരെയെല്ലാം ട്രംപ് ഭരണകൂടം തേടി പിടിച്ച് കണ്ടെത്തിയാണ് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ ഇത്തരത്തിൽ ആളിക്കത്തുന്ന ട്രംപ് എഫക്റ്റിന്റെ ചുവട് പിടിച്ച് പണ്ട് നിർത്തിയെടുത്ത് നിന്ന് ഇപ്പോൾ ജർമ്മനിയും ഇസ്ലാമിക തീവ്രവാദികളെ തെരഞ്ഞുപിടിച്ച് പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം പിച്ചാത്തി കൊണ്ടും ഇടിവണ്ടികൾ കൊണ്ടും തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകര ആക്രമണങ്ങൾ ജർമ്മനിക്കും മതിയായി. ഓസ്ട്രേലിയയും സ്വീഡനും നെതർലാൻഡും കടുത്ത യാഥാസ്ഥിക വലതുപക്ഷ തീവ്രവാദ നിലപാടുകളുടെ മുൻപോട്ടു പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളെ കൊണ്ട് പൊറുതിമുട്ടിയ ബ്രിട്ടന്റെ അവസ്ഥ ഇപ്പോൾ പരമദയനീയമായ അവസ്ഥയിലാണ്. ഇത്തരത്തിൽ ബ്രിട്ടൻ മുൻപോട്ടു പോയാൽ അടുത്ത 20 വർഷത്തിനുള്ളിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് മുൻ ആഭ്യന്തര സെക്രട്ടറിയായ സുയെല്ല ബ്രവർമാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും തീവ്രവാദികളും അവരെ അനുകൂലിക്കുന്നവരുമെല്ലാം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ്. ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അവരെ അകത്ത് കയറ്റില്ല. മറ്റു രാഷ്ട്രങ്ങൾക്ക് ഇപ്പോൾ അവരെ മതിയായി. ചുരുക്കത്തിൽ
ഹമാസിന്റെ അന്ത്യത്തിലൂടെ ആഗോള തീവ്രവാദം അതിന്റെ പരിസമാപ്തിയിലേക്ക് തന്നെയാണ് പോകുന്നത്. യുദ്ധത്തിന്റെ ഓരോ ഘട്ടത്തിലും UN ഇസ്രയേലിനെതിരായി നീക്കങ്ങൾ നടത്തുന്നു എന്നത് ഇസ്രയേലിന്റെ വലിയ പരാതിയായിരുന്നു. UN കോൺഗ്രസിലെത്തിയപ്പോഴും നെതന്യാഹു അത് ആവർത്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഇസ്രയേൽ നടത്തുന്ന ഭീകര വേട്ടയ്ക്കെതിരെ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന തരം നടപടികളാണ് UN-ലെ അംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. മോചിപ്പിക്കപ്പെട്ട ഇസ്രായേൽ ബന്ദികളിൽ ചിലർ പറയുന്നത് റെഡ് ക്രോസിന്റെ കെട്ടിടങ്ങൾക്ക് കീഴിൽ തങ്ങളെ പാർപ്പിച്ചുവെന്നാണ്. ചുരുക്കത്തിൽ റെഡ് ക്രോസും UNRWന് നേരെയും ഇപ്പോൾ ഇസ്രയേലിന്റെ സംശയം നീണ്ടിരിക്കുകയാണ്. ആ വസ്തുതകൾ ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള പ്രഥമ കൂടിക്കാഴ്ച വാഷിംഗ്ടൺ DC-യിൽ വെച്ച് നടന്നിരിക്കുകയാണ്. സ്ഥാനാരോഹണത്തിന് ശേഷം ട്രംപുമായി ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തുന്ന ആദ്യ ലോക നേതാവാണ് നെതന്യാഹു. ഗാസയും ബന്ദികളും ഇറാനിയൻ അച്ചുതണ്ടിന്റെ എല്ലാ ഘടകങ്ങളും ഉയർത്തുന്ന വെല്ലുവിളികൾ, മിഡിൽ ഈസ്റ്റിലെ മറ്റ് പ്രധാന വിഷയങ്ങൾ എന്നിവയെ കുറിച്ചെല്ലാം ഇവർ ചർച്ച ചെയ്തെന്നാണ് വിവരങ്ങൾ. ഈജിപ്തും ജോർദാനും അടങ്ങുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഗാസയിലെ ജനങ്ങളെ സ്വീകരിക്കണമെന്നും ഗാസയെ ചില വർഷങ്ങൾ കൊണ്ട് പുനർനിർമ്മിക്കാമെന്നുമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ഹമാസ് എന്ന ചിലരുടെ പോരാളി കൂട്ടങ്ങളെ വേരോടെ പിഴുതു കളയുമെന്നതിന് തുല്യമായിരിക്കും.